എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു കാര്യം ചെയ്തത് എന്താണെന്നറിയോ? ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു സ്റ്റോളിൻ്റെ ഇതുണ്ടായിരുന്നു. ഞാനതിൽ ഞാനിപ്പോൾ തുണിയുടെയൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ സെയിലൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ തുണിയുടെയൊക്കെ അവിടെ ഒരു സ്റ്റോളിൽ എക്സിബിഷനാണ് നടക്കുന്നത്. എക്സിബിഷനിൽ ഞാൻ ഒരു സ്റ്റോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇതെൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ഒരു അനുഭവമാണ്. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഇതുവരേക്കും ഇങ്ങനെയൊന്നുള്ള പരിപാടിയിലൊക്കെ വന്ന് കണ്ടിട്ട് പോകുന്നതല്ലാതെ എക്സിബിഷനിലൊന്നും സ്റ്റോൾ ഇടുകയോ ഒന്നുമില്ല. അപ്പോൾ ഞാനും ഉണ്ട്, എൻ്റെ ഫ്രണ്ട്സും ഒക്കെ ഉണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ സ്റ്റോളായിട്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാം ഒന്ന് കാണിച്ചു തരാം. ഇതാണ് സ്റ്റോളിൻ്റെത്. ഈ കാണുന്നതെല്ലാം ഓരോ കട ഇതായിട്ടുള്ളത്. പിന്നെ ഇവിടെ സ്റ്റേജും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതാണ് എൻ്റെ സ്റ്റോള്. ദൂരെ ഒന്ന് കാണിച്ചു തരാം. കണ്ട തുണിയൊക്കെ വെച്ചിട്ടുണ്ട്. അടുത്തടുത്തൊക്കെ ഒരുപാട് പേരുടെ സ്റ്റോളുകളുണ്ട്. ഇതുണ്ട്, ഇങ്ങനെയുണ്ട്. തുണിയുടെ സ്റ്റോളുണ്ട്, ഭക്ഷണത്തിൻ്റെ സ്റ്റോളുണ്ട്. ഇന്ന് ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് 9 മണിയായപ്പോഴേ എല്ലാവരും സ്റ്റോളെല്ലാം സെറ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങളും രാവിലെ തന്നെ സെറ്റ് ചെയ്തു. പക്ഷേ രാവിലെയൊന്നും ആരുമില്ല, കാരണം ഭയങ്കര വെയിലാണ്. ഈ ഭയങ്കര വെയിലത്ത് ആര് വരാനാ? പക്ഷേ എന്നാലും രാവിലെ അവിടെ ഉദ്ഘാടനത്തിന് വന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ എൻ്റെ അടുത്ത് വന്ന് കുറച്ച് ഡ്രസ്സൊക്കെ മേടിച്ചു. ഇതാണ് ഞാൻ അവിടെ വെക്കാനായിട്ട് മേടിച്ച ഒരു പോസ്റ്റർ. അങ്ങനെ ഇരുന്ന് വൈകുന്നേരമായി. എൻ്റെ മുഖത്ത് ആ ക്ഷീണം കാണാനുണ്ട്. രാവിലെ തൊട്ടേ ഇരിക്കുവാണ്. ധനുഷ് എനിക്ക് ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കൊണ്ട് തന്നു. അങ്ങനെ രാത്രി ആയപ്പോഴത്തേന് ഭയങ്കര തിരക്കുമായി. ഹായ്, ഇന്നിപ്പോൾ നെക്സ്റ്റ് ഡേ ആണ്. ഇന്നലെയായിരുന്നു ഞങ്ങളുടെ ഇവിടുത്തെ എക്സിബിഷൻ്റെയൊക്കെ. അതിൻ്റെ വീഡിയോസുകൾ രാവിലെ കുറച്ച് വീഡിയോസുകളൊക്കെ എടുത്ത്, എന്നിട്ട് വൈകുന്നേരത്ത് നല്ലതുപോലെ വീഡിയോസൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ച് ഞാനിങ്ങനെ ഇരുന്നതാണ്. പക്ഷേ വൈകുന്നേരം ആയപ്പോൾ ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേന് എൻ്റെ ദൈവമേ, എന്തോരു തിരക്കായിരുന്നെന്നറിയുമോ സ്റ്റോളിൽ. എനിക്ക് അന്നെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം ഒറ്റയ്ക്കുള്ളായിരുന്നു. ഞാൻ വിചാരിച്ചു ഒറ്റയ്ക്ക് മതി, മാനേജ് ചെയ്യാമെന്ന് വിചാരിച്ചു. പൊക്കൊണ്ടേയിരുന്നു. 6 മണിയായപ്പോൾ ഇത്രയും തിരക്കായി എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നായി. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ഏട്ടനെയും ധനുഷിനെയും വിളിച്ചു. അവരോടി വന്നു. അവരും കൂടെ വന്ന് നിന്നിട്ടാണ് എൻ്റെ സ്റ്റോളൊന്നിതായത്. സത്യം പറയാലോ, ഈ ഒരു എക്സ്പീരിയൻസ് എൻ്റെ ലൈഫിലെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ ഞാൻ ഒരിക്കലും മറക്കില്ല. എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ സാരികളെല്ലാം ഓൾമോസ്റ്റ് സോൾഡ് ആയി കഴിഞ്ഞു. അതായത് സാരികളെല്ലാം വിറ്റു എന്നുള്ളതിനെ അല്ല എനിക്ക് ഇമ്പോർട്ടൻ്റ്. വന്നവര്, അതായത് സാരി മേടിക്കാനായിട്ട് വന്നവര് എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു മനുഷ്യർ പോലും തിരിച്ചു പോയില്ല കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട്. എല്ലാവരും പറഞ്ഞത് എൻ്റെ കയ്യിൽ ഒരുപാട് പ്രോഡക്റ്റ് ഒന്നും ഇല്ലായിരുന്നു. ഞാൻ വളരെ കുറച്ച് പ്രോഡക്റ്റുമായിട്ടാണ് പോയത്. കാരണം ആദ്യത്തെ അനുഭവമല്ലേ, എനിക്കറിയത്തില്ല എങ്ങനെയാണ് എന്താണെന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ഒരുപാടൊന്നും മാറി കെട്ടിക്കൊണ്ടൊന്നും പോയില്ല. വളരെ കുറച്ച് മാത്രമേ കൊണ്ടുപോയുള്ളൂ. ഇന്നും ഉണ്ട്. അപ്പം ഞാൻ എന്താ വിചാരിച്ചേ, ഇന്നലത്തെ എങ്ങനെയൊക്കെയാണ്, മൂവ്മെൻ്റൊക്കെ എങ്ങനെയൊക്കെയാണെന്നൊക്കെ ഒന്ന് അറിഞ്ഞതിന് ശേഷം ഇന്ന് എല്ലാം കൊണ്ടുവന്ന് വിചാരിച്ചു. പക്ഷെ അതായത് സ്റ്റോളിൽ വന്നവരെല്ലാം എല്ലാവരും പരസ്പരം മറാഠിയിൽ പറയുന്നുണ്ടായിരുന്നു. ഏട്ടന് മറാഠി അറിയായിരുന്നു. ഏട്ടൻ പറയുന്നുണ്ടായിരുന്നു. ഏട്ടൻ കേട്ടു പറയുന്നുണ്ടായിരുന്നു, ഇവരുടെ അടുത്ത് ഒരുപാട് സാധനമൊന്നുമില്ല, ഉള്ള സാധനം നല്ല ക്വാളിറ്റി നല്ല ഡിസൈനും എങ്ങും കാണാത്ത രീതിയിലുള്ളതായിരിക്കുമെന്ന്. അതൊക്കെ കേട്ട് പിന്നെ വന്നവരെല്ലാം എൻ്റെ ഫോൺ നമ്പർ മേടിച്ചു. നിങ്ങൾ എങ്ങനെയാണ് ബിസിനസ്, ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്, ഓൺലൈൻ ചെയ്യുന്നു ഓഫ്ലൈൻ ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ച് എല്ലാവരും പറഞ്ഞു നമ്പർ തരൂ, ഞങ്ങൾ വീട്ടിൽ വന്നാൽ ഞങ്ങൾക്ക് ഇതിൻ്റെ വെറൈറ്റി തരുമോ, അപ്പോൾ ഞങ്ങൾ നിങ്ങളുടെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യൂ എന്നൊക്കെ പറയുന്നതൊക്കെ കേട്ടപ്പോണ്ടല്ലോ, അതായിരുന്നു എൻ്റെ സക്സസ്. അല്ലാതെ എൻ്റെ സാരി വിറ്റ് പോയതോ അതല്ല. വന്നവരാരും മുഖം കറുപ്പിച്ച് പോവുകയോ, ഞാൻ വിചാരിച്ച് വന്നവരിനി പിന്നെ മേടിക്കാതെ പോവോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാതെ പോവോ അങ്ങനെയൊക്കെ ആവുന്നൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒരിതും സംഭവിച്ചില്ല. വന്നവരെല്ലാവരും കുറച്ച് നല്ല ഹൈഫൈലൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആദ്യം വന്നത്. അവർ വന്നിട്ട് പോലും വന്നിട്ട് എല്ലാം അവരൊക്കെ വലിയ കടകളിലൊക്കെ പോയിട്ട് സാധനങ്ങളൊക്കെ മേടിക്കുന്ന ആൾക്കാരൊക്കെയാണ്. ഇവിടുത്തെ
ഇൻകം ടാക്സിലൊക്കെ വർക്ക് ചെയ്യുന്ന ലേഡീസൊക്കെ ഉണ്ട്. കുറച്ച് പ്രായമുള്ളവർ, അതായത് എൻ്റെയൊക്കെ പ്രായമുള്ളവരൊക്കെ, അവരൊക്കെ വലിയ വലിയ ഷോപ്പിലൊക്കെ പോയിട്ട് ആ സാധനങ്ങളൊക്കെ മേടിക്കുന്നത്. അവരെൻ്റെ അടുത്ത് വന്നിട്ട് അവരാണ് ആദ്യം എന്നെ അപ്രീഷിയേറ്റ് ചെയ്തത്. നിങ്ങളുടെ ഡ്രസ്സെല്ലാം കൊള്ളാം, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, അവർ മേടിക്കുകയും ചെയ്തു. അപ്പം ഇത് നിങ്ങൾ തുടർന്നുകൊണ്ട് പോകണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് കിട്ടിയ ഒരു സന്തോഷം. ഞാനങ്ങനെ ഇവിടെ അധികം വെളിയിലോട്ടൊന്നും ഇറങ്ങാറില്ലായിരുന്നു. ഇങ്ങനെ വെളിയിലോട്ടൊക്കെ ഇറങ്ങി അപ്പോൾ എല്ലാവരുമായിട്ടും, പക്ഷേ പിന്നെ നമ്മളെല്ലാവരോടും ഒരു നല്ലൊരു സോഷ്യലായിട്ടൊക്കെ സംസാരിക്കുകയും ചിരിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു. ഇവിടെ എല്ലാവരും മറാഠിയിലാണ് സംസാരിക്കുന്നത്, പക്ഷേ ഞാൻ ഹിന്ദിയിലാണ് സംസാരിച്ചതൊക്കെ, എന്നോട് എല്ലാവരും ഹിന്ദിയിലാണ് സംസാരിച്ചതൊക്കെ. അപ്പോൾ എല്ലാവരും ആരും ഒരു തെറ്റായിട്ടോ അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ പ്രോഡക്റ്റ് കൊള്ളില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ക്വാളിറ്റി ഇല്ല ഒരു മനുഷ്യരും പറഞ്ഞില്ല. വന്നവർക്കെല്ലാം ഇഷ്ടപ്പെട്ടു. ഒരു സാരി ഒരാൾ എടുക്കുമ്പോൾ അടുത്ത അയ്യോ അതെനിക്ക് വേണമായിരുന്നു, അതെനിക്ക് വേണമല്ലേ, കടകളിലൊക്കെ കണ്ടിട്ടില്ലേ, അത് കണക്കായിരുന്നു. അപ്പം കൊണ്ടുതരണേ, ഞങ്ങൾക്ക് കൊണ്ടുതരണേ, ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് വീട്ടിൽ വരല്ലേ, നാളെ വീട്ടിൽ വരട്ടെ, അപ്പം ഞാൻ എനിക്ക് കൊണ്ടുതരുമല്ലോ, നാളെ ഇവിടെ കൊണ്ടുതരുമോ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ എൻ്റെ കയ്യിൽ ചിലതിൻ്റെ എല്ലാം സെലക്റ്റീവ് പീസായിരുന്നു ഞാൻ വെച്ചിരുന്നത്. ചിലതിൻ്റെയൊക്കെ ഒരെണ്ണേ ഉള്ളായിരുന്നു. സത്യം പറയട്ടെ, 2 ദിവസം മുന്നേ മെനങ്ങാന്ന് ഞങ്ങൾ ബോംബെ പോയിട്ടുണ്ടായിരുന്നു. പോയിട്ട് കുറച്ച് സാരിയൊക്കെ എടുത്തിട്ട് വന്നായിരുന്നു. അതിൻ്റെ ഒന്നും വീഡിയോ പോലും ഞാൻ എടുത്തില്ല. ആ സാരി എല്ലാം പോയി മക്കളെ. ഞാൻ വളരെ ആഗ്രഹിച്ച് ഇഷ്ടപ്പെട്ട് ഓരോരോ സ്ഥലത്ത് പോയി എടുത്ത സാരികളായിരുന്നു. അപ്പോൾ ആ സാരികളെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവരും പറയുമായിരുന്നു ഇങ്ങനെയുള്ള സാരികളൊന്നും ഇവിടെ നിന്ന് കിട്ടത്തില്ല, അതുപോലെ ക്വാളിറ്റി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് അതാ ക്വാളിറ്റി. അപ്പുറത്തുള്ള സ്റ്റാളിലൊക്കെ സാരിയൊക്കെ ഉണ്ടായിരുന്നേ. അവിടെ പോയിട്ട് എല്ലാവരും സാരിയൊക്കെ പിടിച്ചു നോക്കിയിട്ട് അവർ തിരിച്ച് എൻ്റെ അടുത്ത് തന്നെ വരും. അതായത് എൻ്റെ അടുത്ത് ആദ്യം വന്ന് സാരിയൊക്കെ ഒന്ന് നോക്കിയിട്ട് അപ്പുറത്ത് പോകും. അപ്പുറത്ത് പോയിട്ട് അവിടെ പോയിട്ടൊക്കെ പിടിച്ചൊക്കെ നോക്കിയിട്ട് ഇപ്പുറത്ത് വന്നിട്ട് എൻ്റെ കൂടെ പറഞ്ഞു നിങ്ങളുടെ സാരി കൊള്ളാം, നല്ലതാണ് എന്നൊക്കെ പറഞ്ഞു. ഞാനൊരു ബാനറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അതെല്ലാവരും ഫോട്ടോ വന്നവരെല്ലാം അതിൻ്റെ ഫോട്ടോയും എടുത്തോണ്ട് പോയി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതാണ് എനിക്കൊരു ദൈവത്തിന് നന്ദി പറയുന്നു ഒരുപാട്. അപ്പോൾ നിങ്ങളും എൻ്റെ കൂടെ ഉണ്ടാവണം. അല്ല, നിങ്ങളെ കാരണമാണല്ലോ ഞാൻ ഇത് തുടങ്ങിയത്. അപ്പം എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് ഞാൻ ഒരുപാട് നന്ദി പറയുവാണ്. അപ്പം നിങ്ങൾ കൂടെ ഉണ്ടാവണം, അപ്പം എനിക്ക് സപ്പോർട്ട് തരണം. അങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നലത്തെ സ്റ്റോള് പോയത്. ഇന്നിന് രാവിലെ ഞാൻ പോകാനായിട്ട് റെഡി ആവുക. അപ്പോൾ ഇന്നലെ പോയിട്ട് ധനുഷ് ആദ്യം വരുന്നില്ല എന്ന് പറഞ്ഞതാണ്. പക്ഷെ അവിടെ പോയിട്ട് അവിടെ എല്ലാവരും വരികയും എല്ലാവരും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവന് ഇത്ര ഇഷ്ടപ്പെട്ടു. അവൻ പറയുന്നു ഞാൻ ഇങ്ങനൊന്നും പ്രതീക്ഷിച്ചില്ല. സത്യത്തിൽ ഞാനും പ്രതീക്ഷിച്ചില്ല. എൻ്റെ ആദ്യത്തെ അനുഭവമായിരുന്നു, ഞാനും പ്രതീക്ഷിച്ചില്ല. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനിയും പോകും. പക്ഷെ അവിടെ അങ്ങനെ നമ്മുടെ നാട്ടിലെ കൂട്ടുള്ള അങ്ങനെ ഞാൻ പച്ചയായിട്ട് പറയട്ടെ, ഡ്രിങ്ക്സ് കഴിക്കുന്ന ആൾക്കാരൊക്കെ നാട്ടിലെ ഉത്സവത്തിനൊക്കെ ഇങ്ങനെ രാത്രിയിലൊക്കെ ഒരുപാടുണ്ടാകുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയുള്ളവർക്കൊന്നും എൻട്രി ഇല്ലായിരുന്നു. പോലീസുകാരുണ്ടായിരുന്നു, പോലീസുകാർ എൻട്രൻസിലുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആൾക്കാരെയൊന്നും അകത്തേക്ക് കയറ്റി വിടത്തില്ല. നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ കയറ്റി വിടത്തുള്ളൂ. കാരണം ഞങ്ങളെല്ലാവരും ലേഡീസിൻ്റെ പ്രോഗ്രാമായിരുന്നു ഇത്. ലേഡീസ് ആയിരുന്നു സ്റ്റോളെല്ലാം ഇട്ടിരുന്നത്. അതുകൊണ്ട് ഒരു സുരക്ഷിതത്വം വേണമല്ലോ. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു പ്രശ്നമില്ല. അതൊക്കെ ഞങ്ങൾ നേരത്തെ തന്നെ ചോദിച്ചറിഞ്ഞിട്ടാണ് എന്നെ വിട്ടത്. അങ്ങനെയുള്ളൊരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട്. അല്ല, അതില്ലെങ്കിൽ പിന്നെ എന്നെ ഒറ്റയ്ക്ക് വിടത്തില്ലല്ലോ, ഞാനൊരു ലേഡിയല്ലേ. അതുകൊണ്ട് അങ്ങനെ പോലീസ് ബന്ധമോസോടുകൂടിയൊക്കെ തന്നെയാണ് ഫയർഫോഴ്സ്, ആംബുലൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെയൊന്നും ഉള്ള ഒരു പ്രശ്നമില്ലായിരുന്നു. അതെല്ലാം നോക്കിയിട്ടാണ് ഞങ്ങൾ പോയത്. എന്തുമായാലും അങ്ങനെ ഇന്നലത്തെ ദിവസം വളരെ നന്നായിട്ട് പോയി. ഇന്ന് വൈകുന്നേരത്ത് വേറെ പ്രോഗ്രാമൊക്കെ ഉണ്ട്, നോക്കട്ടെ, പറയാൻ പറ്റില്ല. തിരക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുക്കുമോ, ഞാൻ ധനുഷിനോട് വീഡിയോ എടുക്കാൻ പറഞ്ഞാൽ അവൻ്റെ ഹെൽപ്പ് എനിക്ക് വേണം. ഞങ്ങൾ 3 പേരേ ഉള്ളൂ. വേറെ എൻ്റെ ഫ്രണ്ട്സൊക്കെ വരാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞു വേണ്ട. ഏട്ടൻ പറഞ്ഞു വേണ്ട, ഏട്ടൻ വരാമെന്ന് പറഞ്ഞു. ഏട്ടൻ ഹെൽപ്പ് ചെയ്യാൻ ധനുഷും ഉണ്ടല്ലോ, നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഫ്രണ്ട്സിനെ വിളിക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ അപ്പോൾ ഏട്ടനും വന്ന്, ധനുഷും വന്നപ്പോഴത്തേനും ഞാനും ഏട്ടനും കൂടെ വിലയൊക്കെ പറയാനുമായിട്ടൊക്കെ നിന്ന്. മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും ബാർഗെയിനിങ് ചെയ്യും. അപ്പം ധനുഷിനെ നിർത്തിയാൽ പറ്റത്തില്ല. ധനുഷിന് അറിയത്തില്ല, വില അറിയത്തില്ല, ബാർഗെയിനിങ് ചെയ്യാനും അറിയത്തില്ല. അപ്പോൾ ഏട്ടനും ഞാനും കൂടെ നിന്നിട്ട് ഏട്ടൻ്റെ കൂടെ ഞാൻ അതിൻ്റെ ഓരോന്നിൻ്റെ വില പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഏട്ടൻ ഓരോന്നോരോന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പോയി. പക്ഷേ ഭയങ്കര തിരക്കാരൊന്നുണ്ടാവും വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞത്, സോറിയേ. അപ്പം ഇന്ന് നോക്കട്ടെ, ഇന്ന് പറ്റുമെന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കാൻ ശ്രമിക്കാം. പക്ഷേ ഞാൻ നിങ്ങളോട്, എന്നെ കണക്കുള്ള ലേഡീസിനോട് ഞാൻ പറയുവാണ്, നിങ്ങളുടെയൊക്കെയും വീടിനടുത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പക്ഷേ സുരക്ഷിതത്വം നോക്കിയിട്ട് അധികം വഴക്കും ബഹളവും ഒന്നും ഇല്ലാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളും പോകണം. ഇതൊക്കെ നമുക്കൊരു പുതിയൊരു എക്സ്പീരിയൻസ്, നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരുടെയും നല്ല വാക്ക് കേൾക്കുമ്പോൾ നമ്മൾക്ക് ഇനിയും ചെയ്യണം എന്നുള്ള ഒരു ഇത് കിട്ടും, മോട്ടിവേഷൻ കിട്ടും. അതും
ആ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്തത് അവിടെയുള്ള പിന്നെ നമ്മുടെ മുനിസിപ്പാലിറ്റിയിലുള്ള കുറച്ച് വലിയ ഓഫീസേഴ്സൊക്കെ ആയിരുന്നു. അപ്പോൾ അവരൊക്കെ വന്ന് സംസാരിക്കുക. പിന്നെ മെയിൻ കാര്യം എൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇൻ്റർവ്യൂ മീൻസ് ഇങ്ങനെ അഭിപ്രായം നമ്മളിങ്ങനെ സ്റ്റാളിനെ കുറിച്ച് പറയുകയൊക്കെ ചെയ്തില്ലായിരുന്നോ. അപ്പോൾ കുറേ പേര് എന്നെ അങ്ങനെ ടി വിയിൽ, അയ്യോ ഞാൻ അത് പറയാൻ പറഞ്ഞു, ടി വിയിൽ വന്നിരുന്നില്ല ഞാൻ. അപ്പോൾ ഇവിടുത്തെ ന്യൂസിൻ്റെ മറാഠി ചാനലിൽ ന്യൂസിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഹിന്ദിയിലാണ് പറഞ്ഞത്, എനിക്കറിയാവുന്ന ഭാഷ വെച്ച് പറഞ്ഞു. ഞാൻ അപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നില്ല, അതുകൊണ്ട് എനിക്കൊരു ക്യാമറയായിട്ട് എനിക്കൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഞാൻ ക്യാമറയിൽ ഞാൻ എൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. അത് വൈകുന്നേരത്തെ ന്യൂസിനകത്ത് വന്നിട്ട് കുറച്ച് പേര് വൈകുന്നേരത്തെ എൻ്റെ ഫ്രണ്ട് സർക്കിളുള്ളവരൊക്കെ അവിടെ വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ ടി വിയിൽ കണ്ടിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നതെന്ന്. ഞാൻ ചോദിച്ചു, എന്നെ ടി വിയിൽ കണ്ടോ? അതെപ്പോ ഞാൻ അറിഞ്ഞില്ലല്ലോ. അവരോട് പറഞ്ഞ പിന്നെ മറാഠിയിലെ ന്യൂസ് ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾ പറയുന്നതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ ഇവിടെ സ്റ്റോളിലുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വന്നിയാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ടി വിയിലും വന്നു, പക്ഷെ ഞാൻ കണ്ടില്ല ഇതുവരെയ്ക്കും അത്. ആ ചാനൽ ഞാൻ ഇന്നലെ കുറേ ട്രൈ ചെയ്ത് വന്നിട്ട് എനിക്കത് കിട്ടുന്നില്ല. കാരണം മറാഠി ചാനലേ അല്ലേ, അതോ ഹിന്ദി ആയിരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടിയേനെ. മറാഠി ചാനൽ ഇനി അത് കണ്ടുപിടിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നലത്തത്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇന്ന് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇന്ന് ഞാൻ വീഡിയോ എടുക്കാൻ ശ്രമിക്കാം, ധനുഷിനോടും പറയാം വൈകുന്നേരത്ത് വീഡിയോ എടുക്കാനായിട്ട്. പക്ഷെ തിരക്ക് കൂടുതലാണെങ്കിൽ എന്തായാലും ഞാൻ ശ്രമിക്കാം. അപ്പോൾ ഞാൻ പെട്ടെന്ന് വീട്ടിലെ ജോലികളൊക്കെ തീർക്കട്ടെ എന്നിട്ട് പോകാനായിട്ട് ഒരുങ്ങട്ടെ. ഇന്നലെ രാത്രിയിൽ വന്ന് ഇത്രയും ടയേർഡായി വന്ന് കുളിച്ച് ഒരു ചപ്പാത്തി കഴിച്ച് ബെഡിൽ കിടന്നത് മാത്രം ഓർമ്മയുണ്ട്. രാവിലെ എണീറ്റ് വീണ്ടും പണി തുടങ്ങി. അതോ നല്ല വെയിലായിരുന്നു, അതാണ് മെയിൻ പ്രശ്നം. അപ്പോൾ ഗ്രൗണ്ട് അല്ലേ, അപ്പോൾ മേളിൽ ഇങ്ങനെയൊക്കെ കെട്ടിയിട്ടൊക്കെ ഉണ്ട്, എന്നാലും ഭയങ്കര വെയിലായിരുന്നു. അതുകൊണ്ടാണ് ടയേർഡായി പോകുന്നത്. വെള്ളമൊക്കെ കൊണ്ടുപോയി വെള്ളമൊക്കെ കുടിക്കുന്നുണ്ടായിരുന്നു, എന്നാലും വെയിലല്ലേ, നമുക്കങ്ങനെ ശീലമല്ലല്ലോ, വെളിയിലങ്ങ് പോയി ഇങ്ങനെ വെയിൽ കൊണ്ടൊന്നുള്ള ശീലമല്ലല്ലോ. അതുകൊണ്ടായിരുന്നു. കുഴപ്പമില്ല, എന്നാലും മാനേജ് ചെയ്തു. അങ്ങനെ പെട്ടെന്ന് തീർക്കട്ടെ, എന്നിട്ട് നമുക്കിനി സ്റ്റോളിൽ ചെന്നിട്ട് കാണാം. ഹായ്, ഞങ്ങളങ്ങനെ സ്റ്റോളിടുന്ന സ്ഥലത്തെത്തി. സ്റ്റോളൊക്കെ സെറ്റ് ചെയ്തു. ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞതേ ഉള്ളൂ. ആളുകളൊക്കെ വരുന്നുണ്ട്, പിന്നെ പറയാം. ഓരോരുത്തർ വരുമ്പോഴത്തേന് എഴുന്നേക്കണം, വെക്കണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. ഇതേ ഞങ്ങളുടെ സ്റ്റോളിൽ ഞങ്ങളിങ്ങനെ ഹാങ് ചെയ്തിട്ടേക്കുന്നതെല്ലാം. പിന്നെ ഇത് കണ്ടോ എൻ്റെ പോസ്റ്റർ. ഇത് സൂക്ഷിച്ചു വയ്ക്കണം. ബാക്ക് ക്യാമറ ആയതുകൊണ്ടാണ് ഇങ്ങനെ അല്ല, ഫ്രണ്ട് ക്യാമറ ആയതുകൊണ്ടാണ് ഉൾട്ട കാണുന്നത്. ഞാൻ ബാക്ക് ക്യാമറയിൽ കാണിച്ചു തരാം. പിന്നെ ഈ സൈഡിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ടേബിളിന്റെ പുറത്തെല്ലാം ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഈ സൈഡിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഇതിൻ്റെ പോസ്റ്റർ കാണിച്ചു തരാം. ഇതാണ് ഇപ്പോൾ പോസ്റ്റർ. നേരെ സൂപ്പർ അല്ലേ ഗൈസ്? എടാ ഞാൻ അവിടെ, നീ അവിടെ വന്നേ, ഒരു ഫോട്ടോ എടുത്തിക്കട്ടെ. അവിടെ അല്ലേ, ഞാൻ ധനുഷിനെ നിർത്തിയിട്ട് എൻ്റെ ഇതിനകത്ത് വെച്ചിട്ടൊരു ഫോട്ടോ എടുത്തിട്ട്. വൈകുന്നേരം നല്ല രസമായിരുന്നു. കുട്ടികളുടെ ഡാൻസും വലിയവരുടെയും ഡാൻസും പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ചൊരു എൻ്റർടൈൻമെൻ്റ് ആയി. തിരക്കും തുടങ്ങി. വൈകുന്നേരം ആകുമ്പോഴത്തേനും നല്ല തിരക്കായിരിക്കും. ഹായ് ഗൈസ്, ഇന്നിപ്പോൾ അടുത്ത ദിവസമാണ്. ഇന്നലെ ഇട്ടിരുന്ന എക്സിബിഷൻ കഴിഞ്ഞത്. എക്സിബിഷൻ നല്ല രീതിയിൽ പോയി. ഞാൻ ഫോണിനോട് വെച്ചിട്ട് സംസാരിക്കേ. അയ്യോ, എന്നെ കാണുന്നില്ല. ഇപ്പം എന്നെ കാണുന്നുണ്ട്, എൻ്റെ ചെടിയും കാണുന്നുണ്ട്. അപ്പോൾ എക്സിബിഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു അനുഭവമായിരുന്നു ഇത്. അത് വളരെ നന്നായിട്ട് പോയി. ഇന്നലെ 11:30 ആയോടുന്ന് വന്നപ്പോൾ, പിന്നെ വന്ന് കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് 12 മണി കഴിഞ്ഞ് കിടന്നപ്പോൾ എക്സിബിഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ആ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാനിവിടെ ബോംബെയിലെ ലോണാല എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഞാൻ പൊതുവെ വീട്ടിനകത്ത് തന്നെ ഇരിക്കുന്ന ഒരു ലേഡിയാണ്. അപ്പോൾ ഞാൻ അധികം അങ്ങനെ വെളിയിലോട്ടൊന്നും ഇറങ്ങാറോ എടുക്കാറോ ഒന്നുമില്ല. പക്ഷേ ഞാൻ ഈ എക്സിബിഷന് പോയതിൽ എനിക്ക് ഒരുപാട് പേരെ പരിചയപ്പെടാൻ പറ്റി. ഒരുപാട് പേര് എൻ്റെ കയ്യിൽ നിന്ന് നമ്പർ മേടിച്ചു. ഞാൻ എൻ്റെ ഒരു ബാനറൊക്കെ ഉണ്ടാക്കിയിട്ടായിരുന്നു. ഞാനത് കാണിക്കാം, ഞാൻ എൻ്റെ ബാനറെ. അപ്പോൾ അതിൽ നിന്ന് ആൾക്കാർ ഒരുപാട് ഫോട്ടോസ് എടുത്തുകൊണ്ട് പോയി. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കി, എന്താണെന്ന് അറിയാമോ?
നമ്മൾ നല്ല പ്രോഡക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലതുപോലെ വിൽപ്പന ഉണ്ടാകും. അപ്പോൾ എൻ്റെ പ്രോഡക്റ്റ് കണ്ടിട്ട് ആരും ഒരു മനുഷ്യരും കുറ്റം പറഞ്ഞില്ല, എല്ലാവരും മേടിച്ചു. 2 ദിവസത്തെ ആയിരുന്നു നമ്മുടെ ഇവിടുത്തെ എക്സിബിഷൻ. ആദ്യത്തെ ദിവസം വന്ന് ഒരെണ്ണം മേടിച്ചിട്ട് പോയ ആൾക്കാർ പിറ്റേന്ന് വന്നിട്ട് 2-3 എണ്ണം മേടിച്ചു. അപ്പോൾ അവരത് വീട്ടിൽ കൊണ്ടുപോയി അതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഇട്ടൊക്കെ നോക്കിയപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവർ വന്ന് തിരിച്ച് മേടിച്ചു. പിന്നെ അവരവരുടെ ഫ്രണ്ട്സിനെയും കൂടെ വിളിച്ചുകൊണ്ട് വന്നിട്ട് മേടിച്ചു. അങ്ങനെ എനിക്ക് അങ്ങനെ ഇപ്പം എന്താ പറയുന്നത്, വളരെ സന്തോഷമായി. അപ്പോൾ മേടിച്ചതിനെക്കാട്ടി അവർ പറയുന്ന വർത്തമാനം, നല്ലതാണ്, നിങ്ങളിത് നല്ലതുപോലെ ചെയ്യുന്നുണ്ട്, നിങ്ങളെ വീട് എവിടെയാണ്, അപ്പോൾ വീട്ടിലാണോ കടയാണോ, വന്നവരെല്ലാം ചോദിച്ചത് അതാ, കടയാണോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്ക് കടയില്ല, ഞാൻ വീട്ടിലാണ് ചെയ്യുന്നത്, ഓൺലൈനായിട്ടും ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ പറഞ്ഞു നിങ്ങളുടെ വീട്ടിൽ വരണം, ഞങ്ങൾക്ക് സാധനം മേടിക്കണം. കാരണം വില വളരെ കുറഞ്ഞ വില, ആ വിലയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള സാധനം അവർക്ക് കിട്ടി. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെയൊക്കെ ഉള്ളവരൊക്കെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇത്രയും വില കുറവിൽ ഇത്രയും നല്ല ക്വാളിറ്റിയിൽ സാധനം കിട്ടത്തില്ല. നിങ്ങൾ അതെങ്ങനെ തരുന്നത്, അത് എങ്ങനെ തരാൻ പറ്റും, നിങ്ങൾക്ക് എങ്ങനെ അത് മുതലാവാൻ പറ്റും എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞപ്പോൾ ഉണ്ടല്ലോ, എനിക്കത് വളരെയധികം ഇഷ്ടപ്പെട്ടു. നമ്മുടെ ലോണാവാലയിലെ മുനിസിപ്പൽ കോർപ്പറേഷനിലെ മെയിൻ ആള്, അതായത് മേയർ, അവരൊരു സ്ത്രീയാണ്. അവർ വന്നിട്ട് അവർ എൻ്റെ 2 സാരി മേടിച്ചു. അവരുടെ അമ്മായിയമ്മ ആദ്യം ആദ്യത്തെ ദിവസം രാവിലെ ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് അവരാദ്യം എൻ്റെ വന്ന് പർച്ചേസ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് അവർ വീട്ടിൽ പോയിട്ട് അവരുടെ അമ്മ വന്നു. പിന്നെ പിറ്റേ ദിവസം അവരുടെ അമ്മാവിയമ്മ വന്നു. പിന്നെ അവരുടെ ആ അമ്മാമ്മയുടെ സിസ്റ്റേഴ്സിനെ എല്ലാം അവർ വിളിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അങ്ങനെ അവരൊക്കെ വന്ന് മേടിച്ചു. അപ്പോൾ അവരൊക്കെ വന്ന് മേടിച്ചിട്ട് അവരൊക്കെ നല്ല വർത്തമാനമൊക്കെ പറഞ്ഞപ്പോഴത്തേന് എനിക്ക് വളരെ സന്തോഷമായി. അപ്പോൾ അതുകൊണ്ട് എന്തുവായാലും അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത്, നമ്മൾ ക്വാളിറ്റി നല്ല സാധനം, നല്ല പ്രോഡക്റ്റ് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ആൾക്കാരും വരും. പക്ഷേ ഓൺലൈനിൽ ആർക്കും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല എന്നൊന്ന്. കാരണം ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഓൺലൈനിൽ ആരും കാണുന്നില്ലല്ലോ. ഇതെന്ന് പറയുന്ന തുണി തൊട്ട് നോക്കി എടുത്തു നോക്കി ഒക്കെ നോക്കുമ്പോഴത്തേനും എല്ലാവർക്കും, ഞാൻ എൻ്റെ കോഡ്സെറ്റൊക്കെ കൊണ്ടുപോയതുണ്ടല്ലോ, ഒരെണ്ണം പോലും ഇല്ല. ഞാൻ ആ കോഡ്സെറ്റിൽ ഒരെണ്ണം എനിക്ക് വേണ്ടിയിട്ട് വെക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ വേറെ ഒരു സെറ്റ് ഞാൻ ആദ്യമേ തന്നെ ഞാൻ എടുത്ത് മാറ്റി വെച്ചായിരുന്നു. അല്ലാതെ ഒരു 3-4 ടൈപ്പിലുള്ള കോഡ്സെറ്റ് ഉണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം എനിക്ക് വേണം, അപ്പോൾ അവിടെ എക്സിബിഷന് കൊണ്ടുപോയിട്ട് ചിലവായില്ലെങ്കിൽ അത് എനിക്ക് എടുക്കണം എന്ന് വിചാരിച്ച് വെച്ചിരുന്നതാണ്. പക്ഷെ അത് ഒരെണ്ണം പോലും ഇതായില്ല. പിന്നെ സാരിയില്, അതായത് ഇൻസ്റ്റഗ്രാം വൈറൽ സാരിയില് ഞാനിവിടെ കൊടുക്കാം സാരി, അതിൻ്റെ ഒരു 2-3 സാരി ഉണ്ടായിരുന്നു. അതിന് പിടിയായിരുന്നു. ഒരാൾ വന്ന് അത് എടുത്തപ്പോഴത്തേക്ക് അടുത്ത ആൾ വന്നിട്ട് അയ്യോ അത് എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ എന്നോട് അപ്പോൾ എനിക്കത് ഉള്ളതേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഞാനത് കൊണ്ടുതരാമെന്ന് പറഞ്ഞു. അപ്പം നമ്പർ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അവർ വരാമെന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് എനിക്കിനി എങ്ങും പോകാൻ വയ്യ. എനിക്കിനി 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പോകുന്നത്. ഞാൻ ഒത്തിരി ടയേർഡായി. കാരണം രാവിലെ പോയിട്ട് വെയിലൊന്നും ഇല്ലായിരുന്നു, എന്നാലും അവിടെ ഇങ്ങനെ ഇരിക്കണ്ടായിരുന്നു. അപ്പോൾ ഇരുന്നിട്ട് ഭയങ്കരമായിട്ട് ടയേർഡായി. അതുകൊണ്ട് ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പോകുന്നുള്ളൂ. പോയിട്ട് എടുത്തിട്ട് വന്നിട്ട് കൊടുക്കണം. അപ്പം എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഒരു പ്രാവശ്യം മേടിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇപ്പം അങ്ങനെയായിരുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഓർഡർ ചെയ്താൽ മതി, ചെയ്യും, അതെനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രാവശ്യം ഞാൻ കാണിക്കുന്നതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മേടിക്കും. ഞാൻ പ്രത്യേകിച്ച് ഇപ്പം നമ്മുടെ ചൂട് സമയത്ത് ചൂടടിക്കാതിരിക്കുന്ന തുണികളുടെ റോമൻ സിൽക്ക് എന്ന് പറയുന്ന ആ ഒരു കുർത്തി, അതൊട്ടും ചൂടടിക്കത്തില്ല. പിന്നെ കോട്ടൻ്റെ കുർത്തി, അപ്പം അങ്ങനെയുള്ളതൊക്കെ ഇപ്പോൾ കൊണ്ടുവന്നത് ക്ലൈമറ്റിൻ്റെ അനുസരിച്ചിട്ടൊക്കെ സീസൺ അനുസരിച്ചിട്ടൊക്കെ കൊണ്ടുവരുമെന്നുണ്ടെങ്കിലുണ്ടല്ലോ ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സക്സസ് അത് എനിക്ക് ഇപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരെ കിട്ടിയാൽ നല്ല കുറച്ച് ആൾക്കാരെയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നമ്മുടെ എക്സിബിഷൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുവാണ്. അപ്പോൾ നമുക്ക് നാളെ കാണാൻ മറ്റൊരു വീഡിയോയുമേ. അതുവരെ എല്ലാവർക്കും ബൈ.